നമസ്കാരം. മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന ലഹരി ഉപയോഗവും നിലവിൽ നടക്കുന്ന വിവാദവും ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം. ഇപ്പോൾ സിനിമന്റെ ചോദിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് ഒരിക്കലും ചോദിക്കുക എങ്ങനെയാണെന്നല്ലേ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചും ചോദിക്കാം. അപ്പോ ലഹരി ഉപയോഗത്തെ കുറിച്ചൊക്കെ കണ്ടിന്യൂസ്ലി ന്യൂസ് വരുന്നു. ചില നടന്മാർ ഓടിയെന്നോ ചാടിയെന്നോ എന്തൊക്കെയോ പറഞ്ഞ് കുറെ ന്യൂസ് വന്നുകൊണ്ടിരിക്കും. ചിലരെ അറസ്റ്റ് ചെയ്തു. ഞാൻ പറയുന്നത് എല്ലാ സിനിമയില്ല, ഒരു 50% സിനിമയെങ്കിലും പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒന്ന് പെണ്ണുപിടുത്തം, ഒന്ന് കള്ളപ്പണം വെളുപ്പിക്കുക, ഒന്ന് കഞ്ചാവ് MDMA പ്രോത്സാഹിപ്പിക്കുക, പിന്നെ പ്രൊപ്പഗാണ്ട സിനിമകൾ. അതായത് പ്രൊപ്പഗാണ്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മതം രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ വേറെ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് പണം എടുക്കുക. ഇതാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോ ഇതൊക്കെ നമ്മൾ ഓവറായി ഇവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട്, ഇത്രയൊന്നും ബഹുമാനമൊന്നും ഈ വിഭാഗം അർഹിക്കുന്നില്ല. അതാണ് സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നത്, ഒരു ഹോട്ടൽ പണിക്കാരന് വേണ്ടി നിങ്ങൾ ഒരു ഫ്ലെക്സ് വെക്കുന്നില്ല. അയാളെ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. ഒരു മസാല ഷോപ്പുകാരന് വേണ്ടിയിട്ട് നിങ്ങൾ അയാളെ ഫോട്ടോ വെച്ചിട്ട് ഈ ഏട്ടന എനിക്ക് അരി തരുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഫ്ലെക്സ് വെക്കുന്നില്ല. പക്ഷെ ഒരു സിനിമ നന്നായി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ നടന് വേണ്ടി ഫ്ലെക്സ് വെക്കുന്നു. എന്ത്? ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് ലഹരി ഉപയോഗം എല്ലാ മേഖലയിലും ഉണ്ട്, സിനിമയിൽ മാത്രമൊന്നല്ല. പക്ഷേ അതിൽ കൂടുതലാണ് എന്നാണ് പലപ്പോഴും പല ന്യൂസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കുറയ്ക്കാൻ എന്ത് ചോദിക്കുമ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയി മനസ്സിലാക്കണം. നിങ്ങൾ മുൻകാലങ്ങളിൽ കണ്ട ചില സിനിമകളുടെ റെഫറൻസിലേക്ക് ഞാൻ കൊണ്ടുവരാം. അതായത് കഞ്ചാവ് വലിക്കുന്നത് വളരെ നല്ലതാണ് എന്ന രീതിയിലൊക്കെയുള്ള ഓരോ റെഫറൻസ് കാണാറുണ്ട്. അതിന്റെ പിന്നിലെ ബുദ്ധി ഇതാണ്. കഞ്ചാവ് മാഫിയ എന്ന് പറയുന്നവർ ഈ സംവിധായകനെ 5 ലക്ഷം രൂപ കൊടുക്കും, ഇങ്ങനെ ഒരു റെഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കഞ്ചാവുമായിട്ടോ ലഹരിയെ കൂടുതൽ ആളുകളെ ലഹരിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പൊ 4 സിനിമ കാണുന്നതിനിടയിൽ 4 സീന് ഈ നായകനോ നായികയോ കഞ്ചാവ് പഠിക്കുന്ന സീന് കാണാൻ വന്നു കഴിഞ്ഞാൽ ആ സംവിധായകന് 20 ലക്ഷം രൂപ കിട്ടി. ഇത് നിർമ്മാതാവിനെ കിട്ടുന്നില്ല കേട്ടോ. നിർമ്മാതാവ് ഇതിനെ കുറിച്ച് വലിയ ബോധവാനല്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ ശരിക്കും അതാ ഞാൻ പറയുന്നത്, നിങ്ങളെ കറക്റ്റായി വിറ്റ് പൈസയാക്കാനുള്ള ഒരു വിഭാഗം ആൾക്കാർ ചെയ്തു കൊടുക്കുന്നത്. കാരണം നിങ്ങൾ സിനിമ കാണുന്നു, അതാണ് എന്റെ സിനിമ കാണാൻ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ജസ്റ്റ് എൻജോയ്മെന്റ് ആയിട്ട് കണക്കാക്കണം. അപ്പൊ അതുകൊണ്ട് ലഹരി ഉപയോഗം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് എന്ത് വേണം? ഈ നിർമ്മാതാവ് എന്നുള്ള മനുഷ്യൻ കുറച്ചുകൂടെ സീരിയസ് ആവണം. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർ സീരിയസ് അല്ലേ എന്ന് വെച്ചാൽ സീരിയസ് ആയ ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഒരു വിഭാഗം ആളുകൾ എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി വരുന്നവരാണ്. ഇവർക്ക് സിനിമയെ കുറിച്ച് വലിയൊരു ബോധമില്ല. അപ്പൊ ഇവരെ പറ്റിച്ചും വഞ്ചിച്ചും കുറെ പേര് ജീവിച്ചു പോകുന്നതാണ് കഥ. പിന്നെ ലഹരിക്കെതിരെ ബാക്കി ശക്തമായ നിലപാടെടുക്കേണ്ടത് സർക്കാരും അതേപോലത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമാണ്. നമ്മുടെ സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ കൃത്യമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ, എല്ലാവരും അല്ല, ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് ഞാൻ പോലീസ് വളരെ കഷ്ടപ്പെട്ട് ഈ ലഹരി ഈ സിനിമാകൾ മാത്രമല്ല അതിന്റെ കരിയേഴ്സിനെ മാത്രം അതിന്റെ ഏജന്റിനെ പിടിക്കുമ്പോൾ അതിന് ഒറിജിനലി പണം മുടക്കുന്ന ഒരു ടോപ്പ് ആളുണ്ടാവും. അയാളടുത്തേക്ക് ലിങ്ക് പോയി കഴിഞ്ഞാൽ ഈ കഥ വെച്ച് അവസാനിക്കും. ഇത് അവയവ മാഫിയ തന്നെയാണ്. അവയവ മാഫിയ ബന്ധപ്പെട്ട് എവിടെ ന്യൂസ് വന്നോ നിങ്ങൾക്ക് വെറുതെ നോക്കി അറിയാം, ഒരിക്കലും റിസൾട്ട് വരില്ല. അവിടേക്ക് എത്തുമ്പോഴേക്ക് അത് കട്ടായി. അപ്പൊ അത് കാരണം വലിയ വലിയ പുള്ളികളിലേക്ക് പോകും. ആ സ്വർണ്ണ കള്ളക്കടത്ത് ഒക്കെ തന്നെയാണ്. ആ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയവനെ പിടിക്കുക, അവന്റെ ടെസ്റ്റ് മുഴുവനെ പിടിക്കാന്നല്ലാതെ അത് ശരിക്കും അവനെ കൊടുത്തുവിട്ട് ഒരുത്തനുണ്ട്, അവനിലേക്ക് കഥ എത്തില്ല. അപ്പൊ ഈ കാര്യത്തിൽ പോലീസിന് കുറച്ചുകൂടി നമ്മൾ ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ മാത്രമല്ല ലഹരി എല്ലാ ഭാഗത്തു നിന്നും ഒഴിവാക്കിക്കാൻ പറ്റും. യുവജനങ്ങൾ ലഹരി എല്ലാം പരമാവധി വിട്ടുന്നില്ല. നമുക്ക് ജീവിതമാണ് ലഹരി, വെറുതെ നമ്മുടെ ജീവിതം നശിപ്പിക്കുക. ശരി, അടുത്ത ജോലി. സിനിമയിൽ വന്ന ആരംഭകാലത്ത് കുറച്ച് വിമർശനങ്ങളൊക്കെ നേരിട്ടു. പക്ഷെ ഇപ്പോഴും വിമർശകർക്കെല്ലാം കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് അന്നും ഇന്നും 5 ലക്ഷം രൂപയ്ക്ക് തന്നെ സിനിമ ചെയ്യാൻ പറ്റും? 2 കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ കയ്യെപ്പി ഞാൻ ഇങ്ങനെ ശില്പുദ്ര വിളിക്കാറുണ്ട്. കാരണം നമുക്ക് കുറച്ച് വർഷം വേദപഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഋഗ്വേദത്തിൽ ഐതിഹ്യവംശത്തിലെ പ്രശ്നം ബ്രഹ്മ, ബോധമാണ് ബ്രഹ്മം എന്ന് കേട്ട അല്ലെങ്കിൽ അത് വായിച്ച അന്ന് മുതൽ ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആകാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് കയ്യെപ്പോഴും നമുക്കറിയാം പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ശരീരം, അഗ്നി വായു ജയം എല്ലാം ഉണ്ട്. അപ്പൊ അഗ്നിയും വായു ഇങ്ങനെ കണക്ട് ചെയ്ത് ഏതാണോ ഒപ്പിക്കുന്നത് ആ വ്യക്തിക്ക് കൂടുതൽ കോൺഷ്യസ് ആവാൻ പറ്റും. അതുകൊണ്ടാണ് അഗ്നിയിൽ ഉള്ളതിനെ ഗുരു എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ
നമ്മളെ ഈശ്വരതയിലേക്ക് നയിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് ഭഗവാനെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അഗ്നിയും വായുവിനെയും ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയുന്നത് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് കുറച്ചുകൂടി നിങ്ങൾ ജീവിതത്തിൽ വിജയങ്ങൾ കൂടുതൽ മനസ്സിന്റെ നിയന്ത്രണം, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മറികടക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ചിന്മുദ്ര പിടിക്കൽ. അപ്പൊ ഈ ചിന്മുദ്ര പിടിച്ചുകൊണ്ട് കൂടുതൽ സമയം യോഗയും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്, ഇത്രയും ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ മെന്റൽ പവർ കൂടുതലായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇപ്പോഴും നമുക്ക് ലോകത്തിൽ തന്നെ സിനിമ ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും എന്റെ സിനിമയിൽ ഇപ്പൊ പുതിയ സിനിമയിലെ 12ാമത്തെ സിനിമ കേരള ലൈവാണ്. അതിൽ തൊട്ടുമുമ്പുള്ള സിനിമകൾ ആതിരയുടെ മകൾ അഞ്ജലി, ഉരുക്ക് സതീശനാണ്. അതിന്റെയൊക്കെ ഫുൾ മൂവി ഇപ്പൊ യൂട്യൂബിലുണ്ട്. ആതിരയുടെ മകൾ അഞ്ജലി ഫുൾ മൂവി. ഈ സിനിമകളിലും ഞാൻ പൊതുവിൽ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയ സിനിമയിലായാലും അഭിനയിക്കാൻ വരുന്ന ആളുകളോട് ഞാൻ മുൻകൂറായിട്ട് പറയാറുണ്ട്, ഇവിടെ നമ്മുടെ ലോ ബഡ്ജറ്റ് സിനിമയാണ്, നമ്മുടെ 2 ലക്ഷം രൂപ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ കള്ളും കഞ്ചാവോ അങ്ങനത്തെ ഒന്നുമില്ല. അതേപോലെ വരുന്ന എല്ലാവർക്കും ഒരു ഇതുണ്ട്, ആണായാലും പെണ്ണായാലും അവനവന്റെ ഷൂട്ട് കഴിഞ്ഞാൽ പോകണം. ഇങ്ങനെയൊക്കെ എനിക്ക് എന്റെ സിനിമയിൽ ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്, കാരണം ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണല്ലോ. കാരണം ഒരു മടിയന്റെ മനസ്സാണ് എപ്പോഴും ഒരു ചെറുത്താന്റെ പണിപ്പുരയായിട്ട് മാറുക. അവിടെ അവനവന്റെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരാൾക്ക് അയാളുടെ റോള് കഴിഞ്ഞു, അത് ഉച്ചയ്ക്ക് 2 മണിക്ക് കഴിഞ്ഞു, അവിടെ ഷൂട്ടിംഗ് രാത്രി 9 മണി വരെ ഉണ്ട്. പക്ഷെ ഈ 2 മണിക്ക് കഴിയുന്ന ആ വ്യക്തി വെറുതെ അവിടെ വായി നോക്കുകയാണെങ്കിൽ അവിടെ അപ്പോഴേക്കും അവിടെയുള്ള ആ കുട്ടി തരക്കേടില്ല, മറ്റുള്ള തരക്കേടില്ല, ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരിക. അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വെറുതെ ഇരിക്കുമ്പോഴാണ് അപ്പൊ ഫേസ്ബുക്കിൽ പോയി നോക്കാം, അല്ലെങ്കിൽ പിന്നെ റീൽസ് ഇടാം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് അവനവന്റെ ഷൂട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ പോകണം എന്നുള്ളതാണ് എന്റെ 1ാമത്തെ തിയറി. അപ്പൊ അത് എനിക്ക് എന്റെ സിനിമാ സെറ്റിൽ എനിക്ക് വലിയ ഗുണമാണ്. പിന്നെ നമുക്ക് ഈ കള്ളും കഞ്ചാവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം അത് പറയാറുണ്ട്. കാരണം അത് ആദ്യം പറഞ്ഞില്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. കാരണം മറ്റേ സെറ്റിൽ അങ്ങനെ, ഈ സെറ്റിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുതിയ പുതിയ ന്യായങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ആദ്യം അങ്ങ് പറഞ്ഞു വെക്കും, ഇവിടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ തൊട്ട് പിടിച്ച് പുറത്താക്കണം എന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ചുകൂടി എല്ലാവർക്കും കംഫർട്ടാണ്. പിന്നെ ഡീസെന്റ് ആയിട്ട് വന്നു പോകണമെന്നുള്ളവർക്ക് വരെ അഭിനയിക്കാൻ പോകാം. ഈ രീതിയിൽ ചിന്തിക്കുന്ന, പ്രൊഫഷണലായി ചിന്തിക്കുന്ന കുട്ടികൾക്കും ആളുകൾക്കും പൊതുവിൽ എന്റെ സിനിമ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. അതേസമയം ഇപ്പൊ രാത്രി 7 മണി, 9 മണി വരെ ഷൂട്ടുണ്ട്. രാത്രി 7 മണിയായി കഴിഞ്ഞാൽ ചില പുരുഷന്മാർക്കാണെങ്കിലും ലേശം 2 വെള്ളം അടിച്ചാലേ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് കിറങ്ങണം എന്ന് കരുതുന്നവരൊക്കെ എന്റെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഞാൻ പിടിച്ച് പുറത്താക്കും. കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, മദ്യം നിങ്ങൾ നിങ്ങളുടെ പൈസയ്ക്കാണ് കഴിക്കുന്നത്. ഓക്കെ, രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെ നിങ്ങൾ ഇവിടെ ഒരു ജോലി ചെയ്യാനാണ് വരുന്നത്. അതിന്റെ ഇടയിൽ മദ്യം പാടില്ല. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അയാളെ പൈസയ്ക്ക് മദ്യം കഴിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. അതുകൊണ്ട് 9 മണിക്ക് ശേഷം നിങ്ങളുടെ വീട്ടിലോ ലോഡ്ജിലോ പോയിട്ട് നിങ്ങൾ വെള്ളം അടിച്ചോ, അത് നിങ്ങളുടെ വിഷയമാണ്. പക്ഷേ അവനവന്റെ ജോലിക്കിടയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി മദ്യം കഴിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ആവുന്നില്ല, 15 ആളുകളുണ്ടെങ്കിൽ ഈ 15 പേര് ഈ വ്യക്തിയുടെ സ്മെല്ല് ഞങ്ങൾ സഹിക്കണ്ടേ? ഞങ്ങൾ എന്തിനു സഹിക്കണം? സർക്കാരിന്റെ ടാക്സ് കിട്ടുന്നതുകൊണ്ട് മദ്യം നിരോധിക്കില്ല. അത് മദ്യ അധികാരം മുഴുവൻ കേരളത്തിലുണ്ടാവും. ഓക്കെ, സർക്കാരിന്റെ ഹെൽപ്നെസ് മനസ്സിലാക്കും. അങ്ങനെ വെച്ചോളാം, അയാളെ പൈസ കഴിക്കുന്നു. അപ്പൊ അയാൾക്ക് മദ്യം കഴിച്ചൂടെ എന്ന് ചോദിച്ചാൽ അയാളെ ഭാഗം കറക്റ്റാണ്. പക്ഷെ ഇയാൾ മദ്യം കഴിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ രാത്രി ചില ബസ്സുകളിൽ കയറുമ്പോൾ പലപ്പോഴും രാത്രി ഞാൻ 2018 ഈ ചാറ്റിയുടെ ഭാഗത്തിന്റെ കാറെല്ലാം വിട്ടത്, പിന്നെ ഞാൻ ഫുള്ള് ബസ്സിൽ തന്നെ പോകുമ്പോൾ ഈ രാത്രി എല്ലാം ബസ്സിൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് 9 മണിക്ക് 8:30 9 മണിക്കൊക്കെ ബസ്സിൽ ഓരോ ആളുകൾ ഫുള്ള് വെള്ളം അടിച്ചു വരും. ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകും. ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ ഒരു സൈഡ് എന്താണ്, എന്റെ കയ്യിലെ പൈസ എനിക്ക് വെള്ളമടിക്കാം, അയാളെ കയ്യിൽ പൈസ വെള്ളമടിച്ചോട്ടെ. പക്ഷെ ഇയാൾ ബാക്കിയുള്ളവരെ വെറുപ്പിക്കുമ്പോൾ അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളെത്തി അത് ബുദ്ധിമുട്ടണം. സർക്കാരിന്റെ പുസ്തകം ഞാൻ മദ്യം കഴിച്ചേ പറ്റൂ, കാരണം എന്നാലും ടാക്സ് കിട്ടും. എന്റെ മൊബൈൽ നമ്പർ ആവശ്യമുള്ളവർക്ക് വേണ്ടി നോട്ട് ചെയ്യാം. 9947725911. ഇതാണ് എന്റെ നമ്പർ. 99 477 25 912. ഇതാണ് നമ്പർ. ഇതിന്റെ വാട്സപ്പിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. അതല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റാണ്, അതിന്റെ മെസ്സഞ്ചറിലേക്ക് ബന്ധപ്പെടാം. എല്ലാവരും കാണാൻ സാധിച്ചതിന് സന്തോഷം. നന്ദി, നമസ്കാരം.